ജനങ്ങൾ അധികാരപ്പെടുത്തുന്ന ആളുകൾ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന ഈ രാജ്യത്തിന്റെ അതിമനോഹരമായ ഭരണഘടന, ആ ഭരണഘടനയ്ക്ക് ചില മൂല്യങ്ങളുണ്ട്, ആ ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അത് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആ ഭരണഘടനാ മൂല്യങ്ങളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കും എന്നുള്ള നിലപാടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ എടുക്കേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ സമരം എന്തിനു വേണ്ടിയാണ് നടത്തിയത്? അതുപോലുള്ള ഒരു സമരം, ഒരു ജനാധിപത്യ സമരം ഈ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് നടത്തേണ്ട ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ജീവൻ പണയം വെച്ചും ഈ രാജ്യത്തെ ചോരയിൽ എഴുതി വെച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച ഈ ഭരണഘടനാ മൂല്യങ്ങളെ എന്തു വില കൊടുത്തും സംരക്ഷിക്കും എന്നുള്ള പ്രതിജ്ഞയാണ് ഇന്ന് പുതുക്കേണ്ടത് എന്ന് മാത്രം വിനയപൂർവ്വം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഈ രാജ്യത്തിൻ്റെ മഹിതമായ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച്, പൈതൃകത്തെക്കുറിച്ച് എല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ അഭിമാനവും ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും അതിൻ്റെ മഹത്വവും നമുക്ക് ബോധ്യമാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.